നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണ ചർച്ചയിലേക്ക് കടക്കാൻ UDF. ആര് മുഖ്യമന്ത്രിയാകും എന്നതിലാണ് ആകാംക്ഷ. ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഉടൻ കേരളത്തിലെത്തും. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകൾക്കാണ് പരിഗണന. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഈ മൂന്ന് പേരുടെ പേരുകളാണ് സജീവമായി ഈ ഒരു മുഖ്യമന്ത്രിയാകുന്നതിൽ ചർച്ചയായി മാറുന്നത്. ഇപ്പോൾ ഈ മൂന്ന് പേരിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതാണ് ഇപ്പോൾ പ്രധാനമായും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇതിൽ ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മറ്റു രണ്ടുപേരെ അനുനയിപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സ്വാഭാവികമായും ഇനി അടുത്തത് മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് കോൺഗ്രസിൽ ഉണ്ടാവുക, UDF ഉണ്ടാവുക. അത്തരത്തിലുള്ള ചർച്ചകൾ തൽക്കാലം ഇന്നോ നാളെയോ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. കാരണം സംസ്ഥാന തലത്തിൽ ഉള്ള ചർച്ചകൾ വേണം, അതിന് തൊട്ടു പിന്നാലെ ഹൈക്കമാൻഡ് ഇടപെടണം, അതിനെല്ലാം ഉപരിയായി AICC നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ ചുരുങ്ങിയ ദിവസങ്ങൾ നീണ്ടുപോകാതെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആര് എത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ കാര്യത്തിൽ കോൺഗ്രസിന് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാരണം പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമായും പാർട്ടിയിലെ MLA മാരും അതിനപ്പുറത്തേക്ക് MP-മാരുടെ പിന്തുണയും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇതുവരെയായും നടന്നു വരുന്ന ഒരു പ്രക്രിയ. അങ്ങനെ തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്തും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തവണയും അങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട്. 102 എന്നുള്ള UDF-ൻ്റെ ഭൂരിപക്ഷം അതൊരു വലിയ സംഖ്യയായിട്ട് തന്നെയാണ് UDF-ലെ നേതാക്കന്മാരെല്ലാം തന്നെ വിലയിരുത്തുന്നത്, പ്രത്യേകിച്ചും ഘടകകക്ഷി നേതാക്കളും. ഇതിനെല്ലാം ഉപരിയായി പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന നിലയ്ക്ക് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഘടകകക്ഷികളുടെ പിന്തുണ കൂടി അനിവാര്യമായി വരും. ഇതിൽ ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അതായത് ഒട്ടുമിക്ക ഘടകകക്ഷികളുടെയും താല്പര്യം VD സതീശനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു താല്പര്യം അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് കഴിഞ്ഞ പോളിംഗ് നടന്നതിന് ശേഷം മുതൽ ഒരു മാസക്കാലം വലിയ ചർച്ചയായി നീണ്ടു നിന്നത് KC വേണുഗോപാലിൻ്റെ പേരും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ പേരുമാണ്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്. കേരളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആൾ, MP എന്ന നിലയ്ക്കൊക്കെ തന്നെ ചില ചർച്ചകൾ അനവസരത്തിൽ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ തന്നെയും അത് എത്ര കണ്ട് ഫലവത്താകുമെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോഴുള്ള ഒരു പ്രധാന സംശയം. പക്ഷേ സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളിൽ KCയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ബോർഡുകൾ പല സ്ഥലങ്ങളിലായി ഉയരുന്നുണ്ട്. VD സതീശനെ അനുകൂലിച്ചുള്ള ബോർഡുകൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. പിന്നെ ചിലർ കണക്ക് കൂട്ടി MLA-മാരുടെ കണക്കുകൾ ഒപ്പം ചേർത്തുകൊണ്ട് കൂടുതൽ KC വേണുഗോപാലിന് ഭൂരിപക്ഷം എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അത്തരം ചർച്ചകളിലേക്ക് ഒന്നും തന്നെ AICC നേതൃത്വമോ KPCC നേതൃത്വമോ കടന്നിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. നിലവിൽ ഇപ്പോൾ അത്തരം ചർച്ചകളിലേക്ക് പോകണ്ട എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ്. കാരണം ഘടകകക്ഷികളുടെ തീരുമാനം മുഖവിലേക്കെടുത്തതിനായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് പോവുക. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് നേരത്തെ തന്നെ അവരുടെ മനസ്സ് നേതൃത്വത്തോട് തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ 10 പ്രാവശ്യവും 10 വർഷമായിട്ട് ലീഗ് ഒരു അഭിപ്രായം പോലും എതിരെ പറയാതെ കോൺഗ്രസിനൊപ്പം നിലനിന്ന് പോന്നിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനപ്പുറത്തേക്ക് ലീഗിൻ്റെ വൈകാരികമായ ഒരു ഇടപെടൽ പോലും കോൺഗ്രസിനകത്തോ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിനെല്ലാം ഉപരിയായി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുതൽ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന കാലം മുതൽ VD സതീശൻ്റെ നിലപാടുകളോട് വലിയ തരത്തിലുള്ള അംഗീകാരവും പിന്തുണയും ലീഗ് നൽകി പോരുന്നുണ്ട്. ലീഗിനപ്പുറത്തേക്ക് RSP ആയാലും മറ്റ് ഘടകകക്ഷികളായാലൊക്കെ തന്നെയും അത്തരം കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള പിന്തുണ ഇപ്പോഴും VD സതീശനുണ്ട്. അതിനെല്ലാം ഉപരിയായി ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് ആളെ തിരഞ്ഞെടുക്കുന്നതിന് സാധാരണഗതിയിൽ കോൺഗ്രസിൽ നിലനിൽക്കുന്ന പൊതുവായ ചില മാനദണ്ഡങ്ങളും ധാരണകളും ഒക്കെ ഉണ്ട്. അതിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉയർന്നു വരുന്ന പേരുകളൊക്കെ തന്നെ തള്ളിക്കളയണം എന്നാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള നേതാക്കന്മാർ പറഞ്ഞു വരുന്നത്. എന്തായാലും മോഹം KC വേണുഗോപാലിനുണ്ട്, അത് ഉറപ്പാണ്. പക്ഷേ അത് ഏത് തരത്തിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും തന്നെ ഇതുവരെ അദ്ദേഹം തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല ചില കണക്കുകളൊക്കെ പുറത്തു വിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പുകൾ തമ്മിലുള്ള ചില വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതൊന്നും തന്നെ ചെവിക്കൊള്ളാൻ KPCC-യോ AICC-യോ തയ്യാറായിട്ടില്ല. കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർ കൂടി പറയുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും VD സതീശൻ എന്ന് പറയുന്ന നേതൃത്വം ജനം അംഗീകരിച്ചു എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം കഴിഞ്ഞ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് VD സതീശൻ നടത്തിയ പ്രവർത്തനങ്ങൾ അത് അത്ര കണ്ട് കേരളത്തിന് മതിപ്പ് നൽകി എന്നുള്ളതാണ് ഈ ഫലത്തിൻ്റെ പിന്നിൽ എന്ന് തന്നെ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നുണ്ട്. ഒപ്പം ഇതിനെല്ലാം ഉപരിയായി കോൺഗ്രസിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനം കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിനെ ചുക്കാൻ പിടിക്കുവാൻ VD സതീശൻ എന്ന് പറഞ്ഞ നേതാവിന് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ മെറിറ്റുകൾ വളരെയധികം കൂടുതൽ VD സതീശന് ഒപ്പമുണ്ട്. അതിനെല്ലാം ഉപരിയായി ഘടകകക്ഷികളുടെ ഒരു തീരുമാനം അത് നിർണായകം തന്നെയാണ്. കാരണം
ലീഗിൻ്റെ പിന്തുണ, അതിന് RSPയുടെ പിന്തുണ, ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, ഇവരൊക്കെ തന്നെ വി ഡി സതീശനോടൊപ്പം നിൽക്കുന്ന അവരെ അല്ലെങ്കിൽ വി ഡി സതീശനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ തന്നെയാണ്. അതുപോലെ തന്നെ CP ജോണിനെ സംബന്ധിച്ചോളം അദ്ദേഹം UDFിൻ്റെ സെക്രട്ടറി കൂടിയാണ്. അങ്ങനെയൊക്കെ നിലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. കാരണം വി ഡി സതീശൻ്റെ ഒരു നിർബന്ധ ബുദ്ധി തന്നെയാണ് CP ജോണിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തപ്പെട്ടതും. അങ്ങനെ അണികൾക്ക് അപ്പുറത്തേക്ക് ഘടകകക്ഷികളുമായി നല്ല ബന്ധം പുലർത്തി വരുന്ന ഒരു നേതാവെന്ന നിലയ്ക്ക് വി ഡി സതീശന് വലിയ തലത്തിലുള്ള പിന്തുണ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇനി കോൺഗ്രസിനകത്ത് നിന്ന് ഏത് തരത്തിലുള്ള അഭിപ്രായം ഉയരും എന്നുള്ളതൊക്കെ അത് പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. നിലവിൽ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കാര്യമായി ഉയരുന്നില്ല എങ്കിൽ പോലും ചില കണക്കുകൾ ഉയർത്തിവിട്ട് ചില അണികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിനുപരി ചില മാധ്യമ വാർത്തകൾ, അതല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു ചർച്ചകളും മുഖ്യമന്ത്രി പദത്തിലേക്ക് കടന്നിട്ടില്ല എന്നാണ് AICC നേതൃത്വവും അതുപോലെ തന്നെ KPCC നേതൃത്വവും ഒക്കെ അറിയിക്കുന്നത്. ഇന്ന് വിജയിച്ച ആളുകളെല്ലാം തന്നെ അവരവരുടെ മണ്ഡലങ്ങളിൽ അവരുടെ ഉണ്ടാവും. പ്രത്യേകിച്ചും വലിയ തരത്തിലുള്ള വിജയാഹ്ലാദ പ്രകടനങ്ങളൊക്കെ തന്നെ പല സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെയായിരിക്കും നേതാക്കന്മാരൊക്കെ തന്നെ. അതിനുപരിയായി കേരളത്തിൻ്റെ ചുമതലയുള്ള ആളുകൾ AICC നേതൃത്വം ഒന്നും കേരളത്തിലേക്ക് എത്തണം. അവരെത്തിയതിന് ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിലേക്കുള്ള ചർച്ചകളിലേക്ക് കടക്കുക. എന്തായാലും 2 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക് കോൺഗ്രസ് നടക്കാനുള്ള അല്ലെങ്കിൽ എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ, ആ പേരുകൾക്കൊന്നും തന്നെ ഒരു വ്യക്തത വരുത്താൻ AICC നേതൃത്വമോ KPCC നേതൃത്വമോ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചില നേതാക്കന്മാരുടെ താല്പര്യങ്ങൾ അതെടുത്തു പറയുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും കോൺഗ്രസ് പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നു. 100 എന്ന് പറയുന്ന ഒരു സംഖ്യ പലപ്പോഴായി കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടി വി ഡി സതീശൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതിനെല്ലാം ഉപരിയായി അദ്ദേഹം ഉപയോഗിച്ച 2 പദങ്ങളാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന്, വി ഡി സതീശൻ എല്ലായ്പ്പോഴും പറഞ്ഞ ടീം UDF എന്നുള്ള വാക്കും അതുപോലെ തന്നെ 100 എന്നുള്ള സംഖ്യയും. 100 ഘടകം എന്ന ഒരു സംശയവുമില്ലാതെ അദ്ദേഹം പല ആവർത്തി കേരളത്തിൽ വിളിച്ചു പറഞ്ഞതാണ്. അതിൽ UDFിൻ്റെ നേട്ടം, അതിൽ ടീം UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും, UDFിൻ്റെ സീറ്റുകളുടെ എണ്ണം 100 എന്നതിനപ്പുറത്തേക്ക് മുകളിലേക്ക് പോകും എന്ന് പല ആവർത്തി വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ്റെ നിലപാടുകളെ അംഗീകരിച്ചു പോകുന്ന ഒരു നേതൃനിര ഇപ്പോഴും കോൺഗ്രസിനകത്തുണ്ട്. അതിനപ്പുറത്തേക്ക് ഘടകകക്ഷികൾക്കും വലിയ തരത്തിലുള്ള പിന്തുണ വി ഡി സതീശനോടൊപ്പമുണ്ട്. അങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും ഈ ചർച്ചകൾക്ക് അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന അഭ്യൂഹങ്ങൾക്കൊന്നും ഒരു വിധത്തിലും അതിനൊരു അർത്ഥമോ അല്ലെങ്കിൽ ആശങ്കയ്ക്കോ വകയുണ്ടാവില്ല. തീരുമാനങ്ങൾ അന്തിമമായിരിക്കും. അത് AICC നേതൃത്വം തന്നെ തീരുമാനിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിജയിച്ച MLA മാർ, അതായത് കോൺഗ്രസിൻ്റെ MLA മാർ, പാർലമെൻ്ററി പാർട്ടി നേതാക്കന്മാർ, ഇവരെല്ലാം ചേർന്ന് തീരുമാനിക്കുന്നതായിരിക്കും അന്തിമ തീരുമാനം. അതിനെല്ലാം ഉപരിയായി ഇനി വരുന്ന 2 ദിവസങ്ങൾ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് ഏത് തരത്തിലായിരിക്കണം സത്യപ്രതിജ്ഞ, എവിടെ സത്യപ്രതിജ്ഞ നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉണ്ടാകണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ നേരത്തെ തന്നെ UDF എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് AICCയിൽ നിന്നുള്ള ആളുകൾ കേരളത്തിലേക്ക് എത്തപ്പെടണം, അവരുമായുള്ള ചർച്ചകൾ നടത്തണം. അതിനുശേഷം മാത്രമേ മുഖ്യമന്ത്രി എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവസാന വട്ടത്തിലേക്ക് എത്തിച്ചേരുക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വി ഡി സതീശന് ഘടകകക്ഷികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനകത്ത് ഉയർന്നു വരുന്ന ചർച്ചകൾ, പക്ഷേ എങ്കിൽ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിൽ, പല നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ, കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങളിലൊക്കെ തന്നെ പല നേതാക്കന്മാരുടെയും പേരുകളൊക്കെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നുണ്ടെന്ന തരത്തിൽ ചില സൂചനകളൊക്കെ നൽകിക്കൊണ്ടുള്ള പ്ലക്കാർഡുകളും ഒപ്പം തന്നെ ഫ്ലക്സ് ബോർഡുകളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടിരുന്നു. പക്ഷേ അതൊക്കെ കാര്യമായിട്ട് എടുക്കാൻ AICC നേതൃത്വം തയ്യാറായിട്ടില്ല. പക്ഷേ ഇതിൽ ഒരു വലിയ ചർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചർച്ചകൾ നടത്തി മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യം തീരുമാനിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ AICC നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം, ഒപ്പം UDFിന് വലിയ തരത്തിലുള്ള ഒരു മെജോറിറ്റി, മേൽക്കൈ, ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അതുമാത്രവുമല്ല, കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷ നിരയിലിരുന്ന കോൺഗ്രസിന് ഭരണം കിട്ടിയ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ മതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഭരണത്തിലേക്ക് പോകണം എന്നൊരു താല്പര്യം കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടി വേണ്ട എന്ന നിലപാട് ആയിരിക്കും AICC തീരുമാനിക്കുക. അങ്ങനെ
അങ്ങനെ വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. അതിനെല്ലാം ഉപരിയായി AK ആന്റണി, PJ കുര്യൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കൂടി കേൾക്കും. അങ്ങനെ വലിയൊരു ചർച്ചയ്ക്കൊടുവിലായിരിക്കും കോൺഗ്രസിനകത്തേക്കുള്ള മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള തീരുമാനം എടുക്കുക. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് അവരുടെ വിജയം എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇപ്പോൾ AICC വലിയ ചർച്ചയായി ഉന്നയിക്കുന്നത്. കാരണം ഈ പാർട്ടിക്കകത്ത്, അതായത് CPM-നകത്ത് ഉണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ കൃത്യമായി UDF-നും ഒപ്പം തന്നെ UDF-നും അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാടായി മാറിയിരിക്കുന്നു. അത് പലപ്പോഴും ഈ വോട്ടുകൾ കൂടി വന്നത്, അതായത് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ കാസർഗോഡിലും അതുപോലെ തന്നെ കണ്ണൂരിലും ഒക്കെ തന്നെ പാർട്ടിക്ക് അനുകൂലമായ വോട്ട് കൂടിയ സാഹചര്യം അതൊരു വലിയ തരത്തിൽ ചർച്ചയായി മാറുകയാണ്. കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഭൂരിപക്ഷം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ പാർട്ടിക്കുണ്ടായ തകർച്ചയാണ് മറ്റൊരു ചർച്ചയായി മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ ഏകദേശം 25,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് സ്വതന്ത്രനായി മത്സരിച്ച G. സുധാകരന് നൽകിയത്. അതിന് മാത്രമല്ല, കോൺഗ്രസ് പിന്തുണ നൽകിയ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് G. സുധാകരൻ്റെ നേട്ടത്തെ വില കുറച്ച് കാണുന്നില്ല. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം ഉറപ്പിക്കേണ്ടത്, കോൺഗ്രസിന് ലഭിച്ച വോട്ടുകൾ കോൺഗ്രസിന് അപ്പുറത്തു നിന്നും അതിനെല്ലാം ഉപരിയായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും ഒപ്പം തന്നെ ആ നേതാക്കന്മാർക്ക് എടുത്ത നിലപാടുകൾ പാർട്ടിയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട്, പാർട്ടി നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി എടുത്ത നിലപാടുകൾക്കെതിരെ സ്വീകരിച്ച നിലപാടാണ് ഈ കോൺഗ്രസിന് വലിയ തരത്തിൽ അനുകൂലമായി മാറിയതെന്ന് വേണം ഇപ്പോൾ രാഷ്ട്രീയപരമായുള്ള കോൺഗ്രസിലെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരുടെ വിലയിരുത്തൽ. എന്തായാലും അപ്രതീക്ഷിതമായ ഒരു ഭൂരിപക്ഷവും അതിനപ്പുറത്തേക്ക് ഒരു വിജയവും നേടിയ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള മുഖ്യമന്ത്രി പദത്തിനെ ചൊല്ലിയുള്ള ചർച്ചകളിലേക്ക് പോകാനുള്ള സാധ്യത കുറവായിരിക്കും. പാർലമെന്ററി പാർട്ടി ഒരു നേതൃത്വത്തിൽ നിന്നും ഒരാളെ തീരുമാനിക്കും. അതിലേക്ക് എത്തുന്നത് വരെ സ്വാഭാവികമായ ചർച്ചകൾ വലിയ മുഖവിലേക്ക് എടുക്കേണ്ട എന്ന തീരുമാനം തന്നെയാണ് KPCC നേതൃത്വവും AICC-യും ഒക്കെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണ ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് UDF. ആര് മുഖ്യമന്ത്രിയാകുമെന്നതിലാണ് ആകാംക്ഷയുള്ളത്. ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഉടൻ തന്നെ കേരളത്തിലെത്തും. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. T. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. മണലൂർ നിയോജക മണ്ഡലം തപാൽ വോട്ട് ക്രമക്കേടിൽ റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ട് UDF ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി നൽകും. പോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് 160 പോസ്റ്റൽ വോട്ടുകൾ കൂട്ടത്തോടെ അസാധുവാകാൻ കാരണമെന്നാണ് കോൺഗ്രസ് വാദം.